ബഹുമാനവും ആദരവോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് മഹാനായ ശ്രീ ആർ ശങ്കർ. അദ്ദേഹം ഇന്ന് മരിച്ചിട്ട് 48 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ അദ്ദേഹം കേരളത്തിന് ആരായിരുന്നു, അല്ലെങ്കിൽ കേരള സമൂഹത്തിന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ എന്തായിരുന്നു എന്നുള്ളത് പുതുതലമുറയിലെ ആൾക്കാർക്ക് പകർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായിട്ടാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. വളരെ സാധാരണയായിട്ടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് സ്വന്തം പ്രയത്നത്താലാണ് ഉന്നതമായിട്ടുള്ള പല പദവികളും അദ്ദേഹം അലങ്കരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി പദത്തിൽ വരെ അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പോൾ അദ്ദേഹം ഒരു സകല കലാവല്ലഭൻ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തെ കേവലം ഒരു രാഷ്ട്രീയക്കാരൻ, സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹം മികച്ച ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു, ഒരു മികച്ച ഭരണാധികാരിയായിരുന്നു, അതുപോലെ മികച്ച പ്രസംഗകൻ കൂടിയായിരുന്നു, അതുപോലെ പല വിദ്യാഭ്യാസ വിദഗ്ധനായിരുന്നു, പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട്, എഴുത്തുകാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം തന്നെ തൻ്റെ കയ്യൊപ്പ് പതിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഇതൊക്കെ മറ്റു പലർക്കും കാണും, എങ്കിലും ചില വലിയ പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവന്റെ വാക്യങ്ങൾ സ്വയം സംസാരിക്കുകയും അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഗുരുദേവന്റെ ഏറ്റവും വലിയ വചനങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് സംഘടിച്ച് ശക്തരാകുക, അല്ലെങ്കിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ള രണ്ട് കാര്യം. അത് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നടപ്പിലാക്കി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. SN ട്രസ്റ്റ് പോലുള്ള സ്ഥാപനങ്ങൾ, അതുവഴി SN കോളേജുകൾ, ഇതെല്ലാം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കഴിവുകൊണ്ട് മാത്രമാണ്. അപ്പൊ നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണേണ്ടത്, ഈ SN ട്രസ്റ്റോ അല്ലെങ്കിൽ SN കോളേജുകളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ നമ്മുടെ സാമൂഹികമായിട്ട് പിന്നോക്കം പോകുന്ന അവസ്ഥയായിരുന്നു ഉണ്ടാകുന്നത്. പക്ഷെ അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് കേരളത്തിൽ ഒരു വലിയ സാമൂഹിക മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ശ്രീ ആർ ശങ്കരന്റെ ഏക പ്രവർത്തനം മൂലമായിട്ട് മാത്രമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു സമൂഹത്തിലുള്ള താഴ്ന്നു നിൽക്കുന്ന ഒരാൾക്ക് ആ സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്തുവാനായിട്ട് വിദ്യാഭ്യാസം നേടിയെങ്കിൽ മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള സന്ദേശം അദ്ദേഹം പ്രാവർത്തികമാക്കി നമ്മളെ മുമ്പിൽ കാണിച്ചു തന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എപ്പോഴാണോ തിന്മയ്ക്ക് നന്മയുടെ മുകളിൽ പ്രത്യേക രീതിയിലുള്ള ശക്തി ഉണ്ടാകുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴെല്ലാം ഓരോരോ ജന്മങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ പുണ്യജന്മങ്ങൾ അവതാരം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭാരതത്തിന് മഹാത്മാഗാന്ധി എന്ന പോലെ തന്നെ കേരളത്തിന് ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കേരളത്തിന്റെ ആവശ്യമായിട്ട് വന്ന ഒരു അവതാരമായിട്ട് തന്നെയാണ് ഞാൻ മഹാനായിട്ടുള്ള ശ്രീ ആർ ശങ്കരനെ കാണുന്നത്. അദ്ദേഹം വന്നതുകൊണ്ട് മാത്രം ആണ് നമ്മുടെ കോളേജുകളും നമ്മളൊക്കെ ഇന്ന് അധ്യാപകരായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആത്യന്തികമായിട്ടുള്ള കാരണം ശ്രീ ആർ ശങ്കറിന്റെ പ്രവർത്തനങ്ങൾ മൂലം മാത്രമാണ്. അപ്പൊ അദ്ദേഹം വന്നതുകൊണ്ടാണ് നമ്മളെല്ലാം അധ്യാപകരാകുകയും ഒരു വലിയ ജനവിഭാഗത്തിന് ഉന്നത വിദ്യാഭ്യാസം എന്നുള്ള ഒരു കാര്യം തേടിപ്പിടിക്കുവാനായിട്ടൊക്കെ സാധിച്ചത്. അപ്പൊ ഇന്ന് കൊല്ലം SN കോളേജോ മറ്റുള്ള SN കോളേജുകളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ, SN ട്രസ്റ്റുകളോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഉള്ള ഒരവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി എന്താണ് നമ്മുടെ സാമൂഹികമായിട്ട് നമ്മൾ പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം ഒരു കെമിസ്ട്രി ബിരുദധാരിയാണ്. ഒരു കെമിസ്ട്രി അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ കോളേജ് പോലും നിർമ്മിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ആ വിദ്യാഭ്യാസ വൈദഗ്ധ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ SN കോളേജ് നോക്കി കഴിഞ്ഞാൽ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ മാറ്റിയാണ്, മെയിൻ ബ്ലോക്കിൽ നിന്ന് മാറി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ പ്രത്യേകം ഉണ്ടാക്കിയത്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് മുഴുവൻ നേരം പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ തീരുന്ന ഒരവസ്ഥയല്ല അദ്ദേഹത്തിനുള്ള. അത്രയ്ക്കും ഒരു സാമൂഹിക, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഒരു നേതാവായിട്ട് വരേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഈ സമയത്ത് അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് സ്വാഗതം ഞാൻ പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സാറിനാണ്. നമ്മുടെ സാറിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും, സുനിൽ സാറിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ് ഈ അവസരത്തിൽ. അടുത്തതായി സ്വാഗതം ആശംസിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ ഉദ്ഘാടകനും നമ്മുടെ മുഖ്യാതിഥിയുമായിട്ടുള്ള ഡോക്ടർ M ജയപ്രകാശ് സാറിന് വേണ്ടിയിട്ടാണ്.
സാറാണ് ഇന്ന് നമ്മുടെ നമുക്ക് വേണ്ടിയിട്ട് മഹാനായിട്ടുള്ള ആർ ശങ്കറിന് വേണ്ടിയിട്ടുള്ള നമ്മളെ കൂടുതൽ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവിധ സ്വാഗതങ്ങളും കൊല്ലം എസ് എൻ കോളേജിന്റെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹം DCDC ദീർഘകാലം DCDC ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ്. അദ്ദേഹത്തിനെ ഏറെ സ്നേഹത്തോടുകൂടി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ സജീവ് സാറാണ്. സജീവ് സാർ ഇന്ന് എത്തത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും സാറിനെ ഹൃദയപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി കെമിസ്ട്രി വിഭാഗം മേധാവി പുഷ്പ ടീച്ചറാണ്. ടീച്ചറിനെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സജീവ് സാറിന് പകരം നമ്മുടെ മനോജ് സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാറിനെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ സീനിയർ സൂപ്രണ്ടായിട്ടുള്ള ശ്രീ വി വസന്തൻ അവരുടെയാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നന്ദി അറിയിക്കുന്ന നമ്മുടെ അതീഷ് സാറിനെ ഈ ഒരു ചടങ്ങിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാ അധ്യാപകരെയും അതുപോലെ എല്ലാ അനധ്യാപകരെയും ഈ ചടങ്ങിൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ സ്നേഹപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ആൾക്കാരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു നിഖിൽ സർ. ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ആർ സുനിൽകുമാർ സാറാണ്. സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കൊല്ലം ശ്രീനാരായണ കോളേജ് സംഘടിപ്പിച്ചിരിക്കുന്ന ആർ ശങ്കർ അനുസ്മരണത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന വിവിധ ശ്രീനാരായണ കോളേജുകളിൽ പ്രിൻസിപ്പലായും എക്കണോമിക്സ് വിഭാഗം അധ്യാപകനായും അതിനുശേഷം കേരള സർവകലാശാലയുടെ DCDC രജിസ്ട്രാർ തുടങ്ങിയിട്ടുള്ള സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഡോക്ടർ ജയപ്രകാശ് സാർ, സ്വാഗതം ആശംസിച്ച സ്റ്റാഫ് അസോസിയേഷൻ സെക്രട്ടറി നിഖിൽ ചന്ദ്ര, ഈ പരിപാടി നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഫിലോസഫി വിഭാഗം അധ്യാപിക സൗമ്യ ടീച്ചർ, പ്രാർത്ഥനാഗീതം ആലപിച്ച ബിജു സാർ, ആശംസാ പ്രസംഗങ്ങൾ നടത്തുന്ന പുഷ്പ ടീച്ചർ, മനോജ് സാർ, സീനിയർ സൂപ്രണ്ട് വസന്തൻ സാർ, കൃതജ്ഞത അർപ്പിക്കുന്ന അതീഷ്, ഈ വെബിനാർ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു ബഹുമുഖ പ്രതിഭാശാലിയായ ഒരു അപൂർവ വ്യക്തിത്വത്തെയാണ് ഇന്ന് നമ്മൾ ഇവിടെ അനുസ്മരിക്കുന്നത്. 1909 ഏപ്രിൽ 30 ജനിക്കുകയും 1972 നവംബർ 6 മരിക്കുകയും ചെയ്ത മഹാനായ ആർ ശങ്കറെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. 1909 മഹാനായ ആർ ശങ്കർ ജനിക്കുമ്പോൾ ചില അപൂർവ വ്യക്തിത്വങ്ങളും ആ വർഷങ്ങളിൽ ജനിച്ചു എന്നുള്ളതാണ് ഞാനിവിടെ ഓർക്കാൻ ശ്രമിക്കുന്നത്. സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന പുതുവയിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ ജനിച്ചത് 1909 1909 ആദ്യത്തെ കാർഷിക മാസിക പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പാലക്കാട് നിന്ന് കൃഷിക്കാരൻ എന്ന മാസിക പ്രസിദ്ധീകരിച്ചു. 1909 ജൂൺ 13 നവകേരള ശില്പിയായ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ജനിക്കുന്നത്. 1909 പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടനയ്ക്ക് തിരുവല്ലയിൽ രൂപം കൊടുക്കുന്നത്. 1909 CV രാമൻപിള്ള കുറുപ്പില്ല കളരി എന്ന മലയാളത്തിലെ ആദ്യത്തെ ഗദ്യ നാടകം രചിക്കുന്നത്. 1909 ശ്രീനാരായണ ഗുരുവിന്റെയും ചട്ടമ്പി സ്വാമികളുടെയും എല്ലാം ഗുരുവായ തൈക്കാട്ട് അയ്യ സ്വാമികൾ അന്തരിക്കുന്നത്. 1909 ഗാന്ധിജി ഹിന്ദു സ്വരാജ് എന്ന പുസ്തകം രചിക്കുന്നത്. ഗാന്ധിജി തന്നെ ഗുജറാത്തിയിൽ എഴുതി ഗാന്ധിജി തന്നെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥമാണത്. 1909 ചിദംബരം പിള്ള എന്ന തമിഴ്നാട് സ്വദേശി ഒരു കപ്പൽ കമ്പനി സ്ഥാപിച്ചത്. കപ്പലോട്ടിയ തമിഴൻ എന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്യുന്നു.
കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം ആരംഭിച്ചതും 1909 അയ്യങ്കാളിയിലൂടെയാണ്. ഇത്രയും പറഞ്ഞത് ഒരു മഹാപുരുഷന്റെ ജനന കാലഘട്ടം ഒട്ടേറെ സംഭവ വികാസങ്ങൾ നിറഞ്ഞതായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആർ ശങ്കറിന്റെ ജീവിതരേഖ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നിഖിൽ സാർ സൂചിപ്പിച്ചതുപോലെ പല നിലയിലും കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായി മാറിയ ഒരു ചരിത്രമാണ് മഹാനായ ആർ ശങ്കറിനുള്ളത്. അധ്യാപനം ഒരു കലയായി കരുതിയ വ്യക്തിയായിരുന്നു ആർ ശങ്കർ. പിൽക്കാലത്ത് ഏറ്റവും സമർത്ഥരായ അധ്യാപകർ വേണം ശ്രീനാരായണ കോളേജുകളിൽ പഠിപ്പിക്കാനെന്ന നിർബന്ധ ബുദ്ധി കാണിച്ചതും താൻ സ്ഥാപിച്ച കോളേജുകളിൽ ആദ്യത്തെ ക്ലാസ് എടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച താല്പര്യവും അധ്യാപനത്തെ ഒരു തൃഷ്ണയായി ജീവിതകാലം മുഴുവൻ തന്നോടൊപ്പം കൂട്ടിയിരുന്നു എന്നുള്ളതിന് തെളിവാണ്. കൊല്ലം ശ്രീനാരായണ കോളേജ് ഉന്നത വിദ്യാഭ്യാസം അധസ്ഥിതരിലേക്ക് എത്തിയതിന്റെ നിദർശനമാണ്. ആധുനിക ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉൽപ്പന്ന പിരിവിലൂടെയും ജനപങ്കാളിത്തത്തിലൂടെയും ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചത് ഒരുപക്ഷെ ആർ ശങ്കർ ആകാം. ഇന്ന് ഒരു ദേശീയ സർവകലാശാലയാകാൻ യോഗ്യതയുള്ള ഒരു കോളേജായി കൊല്ലം SN കോളേജ് മാറിയിരിക്കുന്നു എന്ന് എനിക്ക് അഭിമാനപൂർവ്വം നിങ്ങളുടെ മുന്നിൽ പറയാൻ കഴിയും. 1944 15 ലക്ഷം രൂപ സമാഹരിച്ച് കൊല്ലത്ത് ഒരു 1-ാം ഗ്രേഡ് കോളേജ് സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ അന്ന് 9 കോളേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു സർക്കാർ കോളേജ്, 2 സവർണ ഹിന്ദുക്കളുടെ കോളേജുകൾ, ബാക്കിയുള്ളതെല്ലാം ക്രിസ്ത്യൻ സമുദായത്തിന്റെ കോളേജുകൾ. 1948 പ്രവർത്തനം ആരംഭിച്ച ശ്രീനാരായണ കോളേജിൽ ഏറ്റവും മികച്ച പഠന സൗകര്യങ്ങളാണ് ആർ ശങ്കർ സജ്ജമാക്കിയത്. വിശാലമായ ക്ലാസ് മുറികളും അതിവിശാലമായ വരാന്തകളും തലയെടുപ്പുള്ള കോളേജ് കെട്ടിടവും സ്വതന്ത്ര ചിന്തയും ആത്മാഭിമാന ബോധവും സൃഷ്ടിക്കുന്നതായിരുന്നു. ഏറ്റവും മികച്ച ലൈബ്രറി സജ്ജീകരിക്കുന്നതിൽ അദ്ദേഹം മുൻകൈയെടുത്തു. ദേശീയവും അന്തർദേശീയവുമായ പരിചയ സമ്പത്ത് കൈമുതലുള്ള ഗുരുക്കന്മാരെ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും കണ്ടെത്തി കോളേജിൽ എത്തിച്ചതും അദ്ദേഹമാണ്. അദ്ദേഹം വിദേശങ്ങളിൽ നിന്ന് വരുത്തിയ ലബോറട്ടറി ഉപകരണങ്ങൾ ഇന്നും നമ്മുടെ കോളേജിൽ ഉണ്ട്. ഇതെല്ലാം കൂടി സമാഹരിച്ച് ഒരു മുസോളിയമാക്കണം എന്നുള്ളൊരാഗ്രഹം ഞങ്ങളുടെ അധ്യാപകരുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർക്കുകയാണ്. ഇന്ന് 1948 സ്ഥാപിതമായ കൊല്ലം ശ്രീനാരായണ കോളേജ് NAAC A ഗ്രേഡ് നേടിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത കാലത്തായി ദേശീയ അഡൽ റാങ്കിങ്ങിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ഏക ആർട്സ് ആൻഡ് സയൻസ് കോളേജായി മാറുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 17 ഡിഗ്രി കോഴ്സുകളാണ് നമുക്ക് ഉള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം കേരള സർക്കാർ 18ാമത് ഒരു ഡിഗ്രി കോഴ്സ് കൂടി നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷ് മലയാളം ഡബിൾ മെയിൻ ആണ്. 14 PG കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ 9 റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 2 PG ഡിപ്ലോമ കോഴ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അനവധി സർട്ടിഫിക്കറ്റ് കോഴ്സുകളും തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. ഇത്തരത്തിൽ SN കോളേജിന്റെ ചരിത്രം മാറുകയാണ്. 1948 മഹാനായ ആർ ശങ്കർ എന്തിനു വേണ്ടിയിട്ടാണോ കൊല്ലം ശ്രീനാരായണ കോളേജ് സ്ഥാപിച്ചത്, അതിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളിലേക്ക് നടന്നെടുക്കുന്ന ഒരു മഹസ്ഥാപനമായിട്ട് മാറാൻ SN കോളേജിന് കഴിഞ്ഞത് ഈ കോളേജ് 7 ദശകങ്ങളായി സൃഷ്ടിച്ച് പുറത്തുവിട്ട വിദ്യാർത്ഥികളുടെയും അവരുടെ ഭാവി രൂപപ്പെടുത്തിയെടുത്ത അധ്യാപകരുടെയും മറ്റ് അഭ്യുദയകാംക്ഷികളുടെയും സഹകരണം കൊണ്ടാണ്. ഇത്തരത്തിൽ വളർന്നു മുന്നേറുന്ന ഈ കോളേജിനെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയും ഈ 48ാമത് ആർ ശങ്കർ അനുസ്മരണ
സമ്മേളനം ഒരു വെബിനാർ സമ്മേളനം ഒരു വലിയ വിജയമാക്കി മാറ്റണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തത് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവുമാണ്. അതിനായി ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായ ഡോക്ടർ എം ജയപ്രകാശ് സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കൊല്ലം ശ്രീനാരായണ കോളേജിന്റെ ആദരണീയനായ പ്രിൻസിപ്പലും എൻ്റെ ബഹുമാന്യ സുഹൃത്തുമായ ഡോക്ടർ സുനിൽകുമാർ സാർ, സ്വാഗതം ആശംസിച്ച ബഹുമാന്യനായ ഡോക്ടർ പി നിഖിൽ ചന്ദ്ര സാർ, ആശംസകൾ ഡോക്ടർ വി എൽ പുഷ്പ ടീച്ചർ, ഡോക്ടർ മനോജ് സാർ, കോളേജിന്റെ സീനിയർ സൂപ്രണ്ട് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ അധീഷ് അവർ, കോളേജിന്റെ സീനിയർ സൂപ്രണ്ട് കൂടിയായിട്ടുള്ള ശ്രീ വസന്തൻ, അതുപോലെ കൃതജ്ഞത അർപ്പിക്കുന്ന ബഹുമാന്യനായ ശ്രീ അധീഷ്, പ്രാർത്ഥന ചൊല്ലിയ ഡോക്ടർ ബിജു സർ, ഈ സമ്മേളനം ഭംഗിയായി ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനിയായ സൗമ്യ ടീച്ചർ, ഈ കലാലയത്തിലെ ബഹുമാനരായ ഗുരുജനങ്ങളെ, പ്രിയപ്പെട്ട അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മഹാനായ ആർ ശങ്കർ പടുത്തുയർത്തിയ ശ്രീനാരായണ കോളേജിൽ നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. ഒരു പ്രധാന കാരണം, എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത് ശ്രവിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം, ഈ അനുസ്മരണ സമ്മേളനം എന്നത് ഒരു ഉപകാര സ്മരണയുടെ അവസരം കൂടിയാണ്. ഞാൻ BA-ക്ക് പഠിക്കുവാൻ ഭാഗ്യമുണ്ടായത്, എനിക്കതിനുള്ള അവസരം തന്നത് കൊല്ലം ശ്രീനാരായണ കോളേജ്. കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ള കാര്യം ഞാൻ വളരെ നന്ദിയോടെ, ഉപകാര സ്മരണയോടെ സ്മരിക്കും. അതുപോലെ തന്നെ കൊല്ലം ശ്രീനാരായണ കോളേജിൽ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നീണ്ട 10 വർഷക്കാലം അധ്യാപകനായിരിക്കുവാനുള്ള ഭാഗ്യവും സിദ്ധിച്ചു. അതുപോലെ അദ്ദേഹം പടുത്തുയർത്തിയ, മഹാനായ ശങ്കർ പടുത്തുയർത്തിയ വിവിധ SN കോളേജുകളിൽ അധ്യാപകനായിട്ടും പ്രിൻസിപ്പലായിട്ടും ഇരിക്കുവാൻ എനിക്ക് സാധിച്ചു. അതിൻ്റെ ഒക്കെ പിൻബലത്തിലാണ് കേരള സർവകലാശാലയിലെ കോളേജ് ഡെവലപ്മെന്റ് കൗൺസിൽ ഡയറക്ടറായിട്ട് പോകുവാനും അവിടെ നീണ്ട 12 വർഷം അവിടെ അനുഷ്ഠിക്കുവാനുമായിട്ടുള്ള അടിത്തറ എനിക്ക് തന്നത്. അതിനുള്ള എല്ലാ അവസരവും എന്നെ ആ രീതിയിലേക്ക് കരുപ്പിടിപ്പിച്ചത് ഈ ആർ ശങ്കർ പടുത്തുയർത്തിയ കലാലയങ്ങളാണെന്നുള്ള കാര്യം നന്ദിപൂർവ്വം സ്മരിക്കുവാൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ ആദ്യം എനിക്ക് ഓർമ്മ വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ചൊല്ലാണ്. എപ്പോഴാണോ ഒരാളെക്കുറിച്ചുള്ള ഓർമ്മകൾ മരിക്കുന്നുവോ അപ്പോഴാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ മരിക്കുന്നത് എന്ന് പറയാറുണ്ട്. തൻ്റെ സ്മരണ എന്നും നിലനിൽക്കുമെന്ന്, താൻ മരിച്ചതിന് ശേഷവും തൻ്റെ സ്മരണ വീണ്ടും എന്നും നിലനിൽക്കുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന, ജീവിച്ച കാലത്ത് തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്ത ക്രാന്തദർശിയായിട്ടുള്ള ഒരു നേതാവായിരുന്നു ആർ ശങ്കർ. അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചത്: എൻ്റെ ദൈവം കർമ്മമാണ്, കർമ്മത്തെ ഞാൻ ആരാധിക്കുന്നു, ഞാൻ മരിച്ചാലും എൻ്റെ കർമ്മത്തിൽ ഞാൻ ജീവിക്കും.
വളരെ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകളായിരുന്നു അതെല്ലാവർക്കും കുറിക്കുവാൻ കഴിയില്ല. താൻ ചെയ്യുന്ന ദൗത്യങ്ങൾ എന്താണെന്നും എന്തുകൊണ്ടാണ് ആ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതെന്നും ആ ദൗത്യങ്ങൾക്കുള്ള ചരിത്രപരമായിട്ടുള്ള സ്ഥാനം എന്താണെന്നും വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയ നേതാവായിരുന്നു ആർഷങ്കർ. മഹാനായ ലെനിൻ പറഞ്ഞിട്ടുണ്ട്, ആശയപരമായി കവചമണിയൂ, എന്നിട്ട് ആയുധമെടുക്കൂ. ആശയപരമായിട്ടുള്ള പിൻബലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യുദ്ധത്തിൽ ജയിക്കുവാനായിട്ടുള്ളൂ, വലിയ കർമ്മങ്ങൾ നിർവഹിക്കാനാവൂ. എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ താൻ എന്താണ് നിർവഹിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു ചരിത്ര ബോധവും തൻ്റെ കർമ്മങ്ങൾ ചരിത്രത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തുമെന്നും വിശ്വസിക്കുവാനായിട്ടുള്ള അങ്ങനെ വിശ്വസിക്കാനായിട്ടുള്ള ഒരു ധൈര്യം കാണിച്ച നേതാവാണ് ആർഷങ്കർ. അത് അക്ഷരം പ്രതി ശരിയാണെന്നാണ് പിന്നീടുള്ള കേരള ചരിത്രത്തിൻ്റെ ഏത് പുസ്തകം നോക്കിയാലും ഈ മഹാനെ കൃത്യമായി പലയിടങ്ങളിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. അപ്പോൾ അദ്ദേഹം കർമ്മത്തിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എൻ്റെ ദൈവം കർമ്മമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. കർമ്മത്തെ ഞാൻ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഘനസാന്ദ്രമായ കർമ്മകാണ്ഡമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരൻ, കോൺഗ്രസിൻ്റെ ഉന്നതനായ നേതാവ്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി, ധനമന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ നിലകളിൽ അദ്ദേഹം അനുഷ്ഠിച്ച കർമ്മങ്ങളിലൂടെ, അദ്ദേഹം സാക്ഷാത്കരിച്ച ദൗത്യങ്ങളിലൂടെ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. ആ ഓർമ്മയിൽ നമ്മളെല്ലാവരും വളരെ ആദരപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അവസരമാണിത്. അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം വളരെ വലുതാണ്. നമുക്കത് ഒരു ചെറിയ പ്രഭാഷണത്തിൽ ഒതുക്കി നിർത്തുവാൻ കഴിയുന്ന കാര്യമല്ല. എന്നാലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാനൊന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷേ ഈ അനുസ്മരണ സമ്മേളനത്തിൽ ഒന്നുകൂടി ഓർമ്മിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളൊരു മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കക്കാർക്കും പിന്നോക്ക പ്രദേശങ്ങളിലും കൊണ്ടെത്തിച്ചത് ആർഷങ്കർ എന്ന മഹാ. അത് ഈ ഉന്നത വിദ്യാഭ്യാസ ജനകീയവൽക്കരിച്ചു. ആക്സസ് ആൻഡ് ഇക്വിറ്റി എന്നൊക്കെ പിന്നീട് UGC പറഞ്ഞ മുദ്രാവാക്യങ്ങൾ തന്റെ കർമ്മങ്ങളിലൂടെ പ്രാവർത്തികമാക്കി. അതിന് UGC ഒക്കെ പറയുന്നതിന് എത്രയോ മുന്ന് തന്നെ അതെല്ലാം പ്രാവർത്തികമാക്കിയ നേതാവായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, അദ്ദേഹം കൊല്ലത്തെ ശ്രീനാരായണ കോളേജും കണ്ണൂരിലെ ശ്രീനാരായണ കോളേജും ഒക്കെ അദ്ദേഹം പടുത്തുയർത്തത് വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ സമുദായത്തിൻ്റെ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് എന്നൊക്കെയുള്ള നിലയിലായി. പക്ഷേ 1962 അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കലാലയങ്ങൾ ആരംഭിച്ചു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു, ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹവും സമ്പദ്ഘടനയുമാണ് കേരളത്തിൽ ഇനി ഉരുത്തിരിഞ്ഞു വരുവാനുള്ളത്. അതുകൊണ്ട് തന്നെ വിജ്ഞാന ഗോപുരങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളവും അദ്ദേഹം സ്ഥാപിച്ചു. നമുക്കറിയാം, വർക്കലയിലെ ശ്രീനാരായണ കോളേജ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അനുവദിച്ച കോളേജാണ്. ചെമ്പഴന്തി ശ്രീനാരായണ കോളേജ് അദ്ദേഹം 1964 അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ എയ്ഡഡ് കോളേജായിട്ട് അനുവാദം നൽകിയ കോളേജാണ്. നങ്ങ്യാർകുളങ്ങര കോളേജ്, TKM നങ്ങ്യാർകുളങ്ങര കോളേജ് 1964 ആരംഭിച്ചു. അതിനും കാരണഭൂതൻ ആർഷങ്കർ എന്ന മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ പുനലൂരത്തെ SN കോളേജ് 1965 ആരംഭിച്ച പുനലൂരത്തെ SN കോളേജ്, അതിന് കാരണഭൂതനായിരുന്നു ആർഷങ്കറായിരുന്നു. ഞാൻ ഈ കേരള സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളെയാണ് ഈ പറയുന്നത്, കാരണം അതിനെക്കുറിച്ചാണ് എൻ്റെ കൈവശം രേഖകളുള്ളത്. അപ്പോൾ ഒരു ശ്രീനാരായണ പ്രസ്ഥാനത്തിന് മാത്രമല്ല അദ്ദേഹം കോളേജിൽ അനുവദിച്ചത്,
മുന്നോക്ക സമുദായം എന്ന് വിളിക്കുന്നെങ്കിലും വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ധാരാളം പേരുള്ള ഒരു സമുദായമാണ് നായർ സമുദായം എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവർക്ക് ആ NSS നിലമേൽ കോളേജ്, അതൊരു പിന്നോക്ക പ്രദേശമായിരുന്നു. അവിടെ ഈ ഒരു കോളേജ് NSS നിലമേൽ കോളേജ് അദ്ദേഹം അനുവാദം കൊടുത്തു 1964. അതുപോലെ ചേർത്തല NSS കോളേജ് ആ സമയത്താണ് ആരംഭിക്കുന്നത്. അതുപോലെ VTM NSS കോളേജ്, ധനുവച്ചപുരത്തെ വേലുത്തമ്പി മെമ്മോറിയൽ NSS കോളേജ് ആരംഭിക്കുന്നത് 1964. അങ്ങനെ മുന്നോക്ക സമുദായം എന്ന് വിളിക്കപ്പെടുന്ന നായർ സമുദായത്തിന് അല്ലെങ്കിൽ NSSന് അനുവദിച്ച കോളേജുകളാണ്, കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മാത്രം അനുവദിച്ച കോളേജുകളാണ് ഞാൻ ഈ പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നോക്കം നിൽക്കുന്ന മറ്റൊരു സമുദായമാണ് മുസ്ലിം സമുദായം. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷങ്ങളിൽ തന്നെ 64-65 വർഷങ്ങളിൽ തന്നെ കായംകുളത്തെ MSM കോളേജ് ആരംഭിക്കും. അതുപോലെ തന്നെ പെരിങ്ങമലയിലെ ഇക്ബാൽ കോളേജ് ആരംഭിക്കും. കൊല്ലത്തെ TKM കോളേജ് ആരംഭിക്കുന്നു. ഇതൊക്കെ അദ്ദേഹം അനുമതി നൽകിയ, അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവിനാൽ രൂപീകരിക്കപ്പെട്ട കോളേജുകളാണ് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കടലിൻ്റെ മക്കൾക്ക് പഠിക്കുവാനായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൽ പ്രത്യേകിച്ച് അതിൻ്റെ പിന്നോക്ക പ്രദേശങ്ങളിൽ കോളേജുകൾ അനുവദിക്കുന്നതിനും അദ്ദേഹം വളരെ ശ്രദ്ധ ചെലുത്തിയിരുന്നു. തുമ്പയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ്, ഞാൻ പ്രീഡിഗ്രിക്ക് പഠിച്ച കോളേജാണത്. തുമ്പയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് ആരംഭിക്കുന്നത് 1964. അതുപോലെ ഓൾ സെയിൻസ് കോളേജ്, തിരുവനന്തപുരത്തെ ഓൾ സെയിൻസ് കോളേജ് ആ വർഷം ആരംഭിക്കുന്നു. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ആരംഭിക്കുന്നതും R ശങ്കറിന്റെ ഉത്തരവിന്റെ പിൻബലത്താലാണ്. അതുപോലെ തന്നെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ആരംഭിക്കുന്നു. ലയോള കോളേജ്, കൊട്ടാരക്കര ST കോളേജ്, സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ആരംഭിക്കുന്നതും ഇദ്ദേഹത്തിന്റെ ഔദ്യോഗിക മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം അനുവദിച്ച കോളേജാണ് സെന്റ് ഗ്രിഗോറിയസ് കോളേജ്. അതുപോലെ മാവേലിക്കരയിലെ ബിഷപ്പ് മൂർ കോളേജ് ആരംഭിക്കുന്നതും 1964-65 വർഷത്തിലാണ്. പിന്നീട് അഞ്ചലിലെ സെന്റ് ജോൺസ് കോളേജ് ആരംഭിക്കുന്നത് ആ വർഷമാണ്. അതുപോലെ ശാസ്താംകോട്ട ദേവസ്വം ബോർഡിന് അദ്ദേഹം ഒരു കോളേജ് അനുവദിച്ചു, ദേവസ്വം ബോർഡ് കോളേജ് ശാസ്താംകോട്ട. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, ഞാൻ ഈ പറഞ്ഞതെല്ലാം കേരള യൂണിവേഴ്സിറ്റിയിലാണ്, അതാണ് എൻ്റെ രേഖകളുള്ളതുകൊണ്ട് അതിൽ മാത്രം ഞാൻ ഒതുങ്ങി നിൽക്കുന്നു. അങ്ങനെ ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അത് SN കോളേജുകൾ മാത്രമല്ല, അതിനോടൊപ്പം ആരൊക്കെ പിന്നോക്കം നിൽക്കുന്നുവോ ആ പിന്നോക്കക്കാർക്കും പിന്നോക്ക പ്രദേശങ്ങളിലേക്കും അദ്ദേഹം കോളേജുകൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ആ ധനസന്ധമായ അദ്ദേഹത്തിന്റെ കർമ്മകാണ്ഡത്തിലെ വളരെ തിളങ്ങുന്ന ഒരു ഏട് എന്ന് നമുക്ക് പറയാനുണ്ട്. പിന്നീട് അദ്ദേഹം ധനമന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനത്തിന്റെ വ്യവസായ വികസനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് അദ്ദേഹം ഈ പഠനവും വായിക്കുന്നയാളാണ്, ചിന്തിക്കുന്നയാളാണ്, തത്വചിന്തയുള്ള ആളാണ്. അതിന്റെ പ്രവർത്തന ഫലമായിട്ട് ആ ഒരു ആശയത്തിന്റെ ഫലമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ടൊരു ടെക്നോ ഇക്കണോമിക് സർവേ, അതായത് ഇവിടുത്തെ ഒരു സാമ്പത്തിക സർവേ, സാങ്കേതികമായും സാമ്പത്തികമായിട്ടും ഈ സംസ്ഥാനം എവിടെ നിൽക്കുന്നു, എന്തൊക്കെയാണ് ലഭ്യമായ വിഭവങ്ങൾ, എങ്ങനെ മുന്നേറണം എന്നുള്ളതിനെ പറ്റി നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് ഇക്കണോമിക് റിസർച്ച് NCAER എന്ന് പറയുന്ന വലിയ ഗവേഷണ സ്ഥാപനത്തെ കൊണ്ട് ഗവേഷണം നടത്തിച്ച് വലിയൊരു ബൃഹത്തായ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും അതിനനുസരിച്ചുള്ള ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നതാണ് അദ്ദേഹം. പിന്നെ കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് ഒരുപാട് സംഭാവനകൾ. അപ്പോൾ ട്രിവാൻഡ്രത്തെ റബ്ബർ വർക്ക്സ് ആയിരുന്നാലും, പ്രിസിഷൻ ഇൻസ്ട്രുമെന്റേഷൻ ഫാക്ടറി കുഞ്ചിക്കോട്ടെ പാലക്കാടുള്ള ആ ഫാക്ടറി ആയിരുന്നാലും, പ്രീമിയർ ടയേഴ്സ് എന്ന് പറയുന്ന പഴയ ആൾക്കാർക്ക് എല്ലാവർക്കും വലിയൊരു സ്ഥാപനം പടുത്തുയർത്തുന്നത് അദ്ദേഹത്തിന്റെ കാലത്താണ്. ഒരു ട്രാൻസ്ഫോർമർ കമ്പനി രൂപീകരിച്ചത് അദ്ദേഹത്തിന്റെ കാലത്താണ്. അതുപോലെ തന്നെ കളമശ്ശേരിയിലെ HMTയുടെ
വികസനം അദ്ദേഹത്തിന്റെ കാലത്താണ് സംഭവിക്കുന്നത്. അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് വരുന്നത് അദ്ദേഹത്തിന്റെ ശ്രമഫലമാണ്. കേന്ദ്ര സർക്കാരിൽ വളരെ സമ്മർദ്ദം ചെലുത്തി കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആരംഭിക്കുന്നു. ഫാക്ട് എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ വികസനത്തിന്റെ കാലഘട്ടം കൂടിയായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ വ്യവസായ വികസനത്തിന് വേണ്ടിയിട്ട് ധനസഹായം നൽകുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത് രൂപീകരിച്ച ഒരു സംഘടനയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നതും അദ്ദേഹം സ്ഥാപിച്ച് വ്യവസായ വികസനത്തിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ധനസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച സ്ഥാപനങ്ങളാണ്. അതുപോലെ ഡെവലപ്മെന്റ് മീറ്റുകൾ, അതായത് കേരളത്തിലെ വ്യവസായം തുടങ്ങുവാനായിട്ടുള്ള സാഹചര്യമുണ്ടെന്നും അതിനായിട്ട് വ്യവസായികളെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ബോംബെയിൽ വെച്ചും പിന്നെ ഡൽഹിയിൽ വെച്ചുമൊക്കെ വ്യവസായ മീറ്റുകൾ, ഇപ്പോഴൊക്കെയാണത് വലിയ കാര്യമായിട്ട് പറയുന്നു. അത് പക്ഷേ ആർ ശങ്കറിന്റെ സമയത്ത് അദ്ദേഹം നേതൃത്വം കൊടുത്ത് ഇത്തരം മീറ്റുകൾ ആരംഭിച്ചു. അതുപോലെ ബെന്നി ലിമിറ്റഡ് എന്ന് പറയുന്ന അങ്ങനെ ഒരുപാട് ഫാക്ടറികൾ കേരളത്തിൽ വ്യവസായ വികസനത്തിന് വലിയ അടിത്തറ പാകിയ എന്തും അദ്ദേഹത്തിന്റെ വലിയൊരു സംഭാവനയായിട്ട് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു വലിയ കാര്യം, ഒരു തത്വചിന്തയുടെ ഭാഗമായിട്ടൊരു കാര്യം അദ്ദേഹം മനസ്സിലാക്കി. ഇങ്ങനെ സാമ്പത്തിക വികസനം ഒരു വഴിക്ക് നടക്കുമ്പോൾ ഈ ദുർബല വിഭാഗങ്ങൾക്ക് ഈ സാമ്പത്തിക വികസനത്തിന്റെ ഗുണം അപ്പാടെ ലഭ്യമാകണമെന്നില്ല. ഗുണം കൂടുതലും കിട്ടുന്നത് സമ്പന്നർക്കാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ തത്വം അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് ഈ ദുർബല വിഭാഗങ്ങളെ ഈ സാമ്പത്തിക വികസനം എന്നുള്ള ട്രപ്പീസിയം കളിയിൽ താഴെ വീണ് ചരമമടയുവാൻ സാധ്യതയുള്ള ദുർബല വിഭാഗങ്ങളെ താങ്ങി നിർത്തുവാനായിട്ടുള്ള സോഷ്യൽ സേഫ്റ്റി നെറ്റ്സ്, സാമൂഹ്യ സുരക്ഷിതത്വ വലകൾ കേരളത്തിൽ ആദ്യമായി കോറിയിട്ടത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആദ്യമായി ആരംഭിച്ചത് അദ്ദേഹമാണ്. ദുർബല വിഭാഗങ്ങൾക്ക് അത്താണിയായിട്ട് വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, അംഗവൈകല്യ പെൻഷൻ, മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസനിധി, ഇങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ. കാരണം ഈ ദുർബല വിഭാഗങ്ങളെ പ്രത്യേക ഒരു കൈത്താങ് കൊടുക്കാതിരുന്നാൽ അവർ സാമ്പത്തിക വികസന കളിയിൽ അവർ തോറ്റുപോകാൻ പാടില്ല, അവർ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള വലിയൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാർ പലപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ആ തത്വം അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി ആ തത്വം ആവിഷ്കരിച്ച് പ്രാവർത്തികമാക്കിയത് എന്നുള്ളത് വലിയൊരു വ്യക്തിക്ക് മാത്രം, വലിയൊരു ചിന്തയുടെ ഉടമസ്ഥന് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനമാണ്. അത് അദ്ദേഹം നിർവഹിച്ചു. ഇങ്ങനെ ഇനിയും അദ്ദേഹത്തിന്റെ കർമ്മകാണ്ഡത്തിന്റെ ഒത്തിരി ഏടുകൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോഴാണ് ഇത്തരം കർമ്മകാണ്ഡത്തിലെ ഏടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രകാരനായ MK കുമാരൻ സാർ ആ ഗ്രന്ഥത്തിൽ തന്നെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ ശങ്കറിന്റെ ജീവിതത്തിന് ഒരു കർമ്മകാണ്ഡം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അതിനുള്ള ഉത്തരവും MK കുമാരൻ തന്നെ പറയുന്നുണ്ട്. അല്ല, ഒരു ജ്ഞാനകാണ്ഡവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ സാന്ദ്രമായി നമുക്ക് കാണാവുന്നതാണ് എന്ന് അദ്ദേഹം പറയും. അതിന് ഉദാഹരണമായിട്ട് ഞാൻ 2 കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കും. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സാഹിത്യപരമായിട്ടുള്ള വിജ്ഞാനം, ശാസ്ത്രപരമായിട്ടുള്ള വിജ്ഞാനം, അങ്ങനെയൊക്കെയുള്ള അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ 2 കാര്യങ്ങൾ മാത്രം. ഞാനൊരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി ആയതുകൊണ്ട് ആ ഒരു തലത്തിൽ ഒന്ന് പരിശോധിക്കുമ്പോൾ ആ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തില് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു മഹത്വം നമുക്ക് ദർശിക്കുവാൻ കഴിയും. അതുമാത്രം ഞാനിവിടെ ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനകാണ്ഡം അവിടെ അവസാനിക്കുന്നില്ല. അതിന് ഒരുപാട് ഏടുകളുണ്ട്. അതെല്ലാം പറയുവാനായിട്ട് ഈ ചെറിയ പ്രഭാഷണത്തിൽ കഴിയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ മേഖലയിൽ ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന മേഖലയിൽ അദ്ദേഹം
വലിയ വലിയ ചിന്ത അന്നത്തെ കാലത്ത് തന്നെ കാഴ്ചവെച്ചിരുന്നു എന്നുള്ളത് വലിയ ഒരു നേട്ടമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു, ചരിത്രം വിലയിരുത്തുന്നു. അദ്ദേഹം ശിവഗിരി സ്കൂളിലെ ശ്രീനാരായണ സ്കൂളിലെ അധ്യാപകനായിരുന്നു. അവിടുത്തെ ചെറിയ പ്രായത്തിൽ തന്നെ ആ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായിരുന്നു. അവിടെ പ്രധാന അധ്യാപകനായിരുന്നപ്പോൾ അദ്ദേഹം 2 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ രചിച്ചു. ആ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ഗവേഷണപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ. ആ ഗ്രന്ഥങ്ങളുടെ പേരിങ്ങനെയാണ്. ഒന്ന് തിരുവിതാംകൂറിന്റെ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ദ ഇക്കണോമിക് ജിയോഗ്രഫി ഓഫ് ട്രാവൻകൂർ എന്നാണ് ഒരു ഗ്രന്ഥത്തിന്റെ പേര്. രണ്ടാമത് അദ്ദേഹം രചിച്ച് ഒരു പ്രധാന ഗ്രന്ഥത്തിന്റെ പേര് ഭൂലോക സാമ്പത്തിക ഭൂമിശാസ്ത്രം, ദ ഇക്കണോമിക് ജിയോഗ്രഫി ഓഫ് ദി വേൾഡ്. ഒന്ന് തൻ്റെ സ്വന്തം സംസ്ഥാനമായ തിരുവിതാംകൂറിന്റെ, അന്ന് തിരുവിതാംകൂറാണ്, തിരുവിതാംകൂറിന്റെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ള വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിരിക്കുന്നു. ഇതിന്റെ ഉള്ളടക്കം ഞാൻ വളരെ സംക്ഷിപ്തമായിട്ട് പറയാം. തിരുവിതാംകൂറിന്റെ ലഘു ചരിത്രം അതിൽ അദ്ദേഹം വിവരിക്കുന്നു. ഈ പ്രദേശത്തിന്റെ ഭൂസ്ഥിതി, ശീതോഷ്ണസ്ഥിതി, കൃഷി, ധാതുക്കൾ, മൃഗങ്ങൾ, ജലവിഭവങ്ങൾ, ജനങ്ങൾ, ആദിവാസികൾ, ഗിരിവർഗക്കാർ, ഭാഷകൾ, വിദ്യാഭ്യാസം, ആരോഗ്യസ്ഥിതി, കൈത്തൊഴിൽ, കച്ചവടം, സാമ്പത്തിക സ്ഥിതി എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ വളരെ വിശദമായും ആഴത്തിലും സ്ഥിതിവിവര കണക്കുകളുടെ സഹായത്തോടെയും അദ്ദേഹം വിവരിക്കുന്നു. അത് അപ്പോൾ തിരുവിതാംകൂർ മറ്റ് രാജ്യങ്ങളുമായിട്ട്, മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട്, വികസിത രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ സമ്പത്ത് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി ഒരു വലിയ ഗവേഷണ കേന്ദ്രമാണ്. ഇന്നത്തെ ഒരു നിലവാരത്തിൽ പറഞ്ഞ 2 or 3 PhD കൊടുക്കത്തക്ക രീതിയിലുള്ള ഗവേഷണപരമായിട്ടുള്ള ഒരു ഗ്രന്ഥമായിരുന്നു. എന്നിട്ട് ഇത്തരം വിഭവങ്ങളെല്ലാം അദ്ദേഹം ഇങ്ങനെ ക്രോഡീകരിച്ച് അതിൻ്റെ കൃത്യമായി എല്ലാം അടയാളപ്പെടുത്തിയ ശേഷം എന്താണ് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് ഉതകുന്ന ഒരു സാമ്പത്തിക മുന്നേറ്റ പരിപാടി എന്ന് കൃത്യമായിട്ട് ഈ പിന്നീട് പലരും പ്രാവർത്തികമാക്കിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. ഇവിടുത്തെ മത്സ്യസമ്പത്ത് എങ്ങനെ നീണ്ടകരയിൽ ഒരു ഹാർബർ, അവിടുത്തെ മത്സ്യബന്ധന തുറമുഖം വരണം, അവിടെ ഇത്രയും കാര്യങ്ങൾ, പുതിയ പുതിയ മെക്കനൈസ്ഡ് ബോട്ട് വേണം എന്നൊക്കെ ആദ്യമായി ഒരു പക്ഷേ പറഞ്ഞത് കേരളത്തിലെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനല്ല, ഈ കെമിസ്ട്രിയിൽ വളരെ ബിരുദം നേടി സാഹിത്യത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുള്ള ആർ ശങ്കർ എന്നുള്ളത് നമ്മളെ പോലുള്ള സാമ്പത്തിക വിദ്യാർത്ഥികൾക്ക് ഏറെ അത്ഭുതകരമായിട്ടും വളരെ പ്രാർത്ഥനയോടെ വളരെ ബഹുമാനപുരസ്സരം മാത്രം കാണാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ ഗ്രന്ഥം ഭൂലോക സാമ്പത്തിക ഭൂമിശാസ്ത്രത്തെ കുറിച്ചാണ്. അതിൽ അദ്ദേഹം ലോകത്തെ ചെറുതും വലുതുമായ 97 രാജ്യങ്ങളെ കുറിച്ചുള്ള പഠനം, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം, 97 രാജ്യങ്ങളെ അദ്ദേഹം നമുക്ക് കാട്ടിത്തരുന്നു. അതിൻ്റെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്താണ്, അവിടുത്തെ വിഭവങ്ങൾ എന്താണ്, അവിടുത്തെ പ്രധാനപ്പെട്ട തുറകൾ എന്തൊക്കെയാണ്, അവരുടെ ശക്തികൾ എന്തൊക്കെയാണ്, അവരുടെ മുന്നേറ്റത്തിന്റെ തന്ത്രം എന്താണ്, സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് നമ്മെ അദ്ദേഹം കാട്ടിത്തരികയാണ്. അപ്പോൾ 98 രാജ്യങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സ്ഥിതിയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങളെക്കുറിച്ചും, സാമ്പത്തികം എന്ന് പറയുമ്പോൾ അതിൽ സാമൂഹ്യമായിട്ടുള്ള വികസനത്തിന്റെ, അദ്ദേഹം സാമ്പത്തിക വികസനം എന്നുള്ള ചെറിയ ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാമൂഹ്യമായിട്ടുള്ള വികസനം അതിനോടൊപ്പം വേണമെന്നുള്ള ഉൾക്കാഴ്ചയോടുകൂടി പറയുന്ന വലിയ 2 ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. പക്ഷെ നിർഭാഗ്യവശാൽ അതിൻ്റെ കയ്യെഴുത്ത് പ്രതി മാത്രമേ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ തിരക്കുകൊണ്ടാകാം, വലിയ ദൗത്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ ഇടയിൽ ഈ പുസ്തക രൂപത്തിൽ ഇതിറക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതികൾ ശ്രീ MK കുമാരൻ സമ്പാദിച്ചു. അതിൽ ലഭ്യമായ വിവരങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. അത്ര ബൃഹത്തമായിട്ടുള്ള 2 കാര്യങ്ങൾ. പിന്നീട് അദ്ദേഹത്തിന്റെ ഈ ഒരു ജ്ഞാനകാണ്ഡത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു ചെറിയ പരിമിതി ഉണ്ട്. ഞാൻ ഈ പരിചയപ്പെടുത്തുമ്പോൾ അത് സാമ്പത്തിക ശാസ്ത്രം എനിക്ക് കുറച്ചുകൂടി
വഴങ്ങുന്ന ഒരു സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ആ ഒരു നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച് അദ്ദേഹത്തിന്റെ ആ വലിയ അറിവിന്റെ ഒരു അടയാളം കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. പലർക്കും അറിവുള്ള കാര്യമായി 1948 ഇന്ത്യയുടെ ഭരണഘടനാ സമിതി, ഭരണഘടനാ നിർമ്മാണ സഭ, ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിലുള്ള ഈ സഭ 48 യോഗം ചേരുമ്പോഴത്തേക്ക് അതിൽ പങ്കെടുക്കുവാനായിട്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിനിധികളെ അയച്ചു. അതിൽ അന്ന് കേരളമായിട്ടില്ല. അന്ന് തിരുവിതാംകൂറിൽ നിന്ന് പങ്കെടുത്തതിൽ ഏറ്റവും 4 പേര് പങ്കെടുത്തു. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആർ ശങ്കറായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ന് പ്രായം 38-39 വയസ്സ് മാത്രം പ്രായമുള്ള വളരെ യുവാവായിട്ടുള്ള അദ്ദേഹം ആ ഭരണ നിർമ്മാണ സഭയിൽ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഊഴം വന്നത് അതൊരു നവംബറിലാണ്. നവംബർ 9-ാം തീയതി 1948 നവംബർ 9-നാണ് അദ്ദേഹത്തിന് ആ സഭയിൽ പ്രസംഗിക്കുവാൻ, കാര്യങ്ങൾ അവതരിപ്പിക്കുവാനായിട്ടുള്ള അവസരം വന്നത്. അന്ന് കാലത്ത് അദ്ദേഹം സഭയിലെത്തുന്നു. അപ്പോൾ അന്ന് അധ്യക്ഷത വഹിച്ചത് ഭരണ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനായ കിരൺ മുഖർജി അദ്ദേഹമായിരുന്നു. അന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ല അധ്യക്ഷം വഹിച്ചത്, കിരൺ മുഖർജി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു റൂളിങ്, ഈ പ്രസംഗങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു റൂളിങ് അദ്ദേഹം കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടന്നു വരും. അന്നത്തെ ഉന്നയിച്ച കാര്യങ്ങള് ഇന്ന് കഴിയുന്നതും ഉന്നയിക്കരുത്. പുതിയ കാര്യങ്ങൾ പറയുവാനായിട്ട് അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു മുന്നറിയിപ്പിന്റെ പാതയിലാണ്, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇദ്ദേഹം പ്രസംഗിക്കുവാൻ എഴുന്നേൽക്കുന്നത്. അദ്ദേഹം അന്ന് പ്രധാനമായിട്ടും പ്രസംഗിച്ചത് ഈ ഇന്ത്യയുടെ ഫെഡറൽ സ്വഭാവത്തെ ശക്തിപ്പെടുത്തണം. ഇന്നത്തെ ഭരണഘടന വളരെ ഒരു ശക്തമായ കേന്ദ്രവും പക്ഷേ അശക്തമായ സംസ്ഥാനങ്ങളെയുമാണ്. പക്ഷെ സംസ്ഥാനങ്ങൾക്ക് ചെയ്തു കൂട്ടുവാൻ പറഞ്ഞിരിക്കുന്ന ദൗത്യങ്ങൾ ഏറെയാണ്. പക്ഷെ അവർക്ക് കൊടുത്തിരിക്കുന്ന സാമ്പത്തിക വിഭവങ്ങൾ വളരെ കുറവാണ്. അപ്പൊ വളരെ അൺഈക്വലായിട്ടുള്ള കാര്യങ്ങളാണ് ഭരണഘടനയുടെ കരടിൽ പറയുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ അതൊരു വലിയ ഉൾക്കാഴ്ചയുള്ള പറച്ചിലായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുഞ്ഞു സംസ്ഥാനമാണ്, പക്ഷേ ഇന്ത്യയിലെ തന്നെ വളരെ വികസിതമായ ഒരു സംസ്ഥാനമാണ് എൻ്റെ സംസ്ഥാനം. എൻ്റെ സംസ്ഥാനം വിദ്യാഭ്യാസത്തിലും പിന്നീട് ആരോഗ്യ മേഖലയിലും വലിയ നേട്ടങ്ങളാണ് എൻ്റെ സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുവാനായിട്ട് കരുത്ത് നമുക്ക് പകർന്നു തന്നത് അന്ന് കൊച്ചു സംസ്ഥാനമാണെങ്കിൽ 9 കോടി രൂപ നമ്മൾ വരും. അന്ന് 9 കോടി രൂപ എന്ന് പറയുന്നത് വലിയ ഒരു ഹ്യൂജ് സംഖ്യയാണ്, വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ 9 കോടി രൂപ നമ്മൾ സമാഹരിക്കുന്നുണ്ട്. ആ സമാഹരിക്കുന്നത് പ്രധാനമായിട്ടും ഇൻകം ടാക്സ് ആദായ നികുതി നമ്മൾ പിരിക്കുന്നു, അതിൽ നിന്നുള്ള വരുമാനം. അതുപോലെ തന്നെ കസ്റ്റംസ് തീരുവ നമ്മൾ പിരിക്കുന്നു. ഈ 2 പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് നമ്മുടെ മൊത്തം വരുമാനത്തിന്റെ 45 എല്ലാം കണക്കുകൾ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ആർക്കും അത് കണ്ണിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ശൈലി അതാണ്. വസ്തുനിഷ്ഠാപരമായിട്ടേ സംസാരിക്കും. സ്ഥിതിവിവര കണക്കുകളുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ്, ആ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുക. അപ്പൊ അദ്ദേഹം കണക്കാണ് പറയും. 9 കോടി അതെങ്ങനെ കിട്ടുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ 9 കോടി കിട്ടുമ്പോൾ അതിൽ 2 കോടി നമ്മൾ ചെലവാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു 22%, 4/1 നമ്മൾ ചെലവാക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതിൽ ഒരു 1/2 കോടിയിൽ കൂടുതൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുന്നു. ഗ്രാമീണ മേഖലയുടെ ഉയർച്ചക്കായിട്ടും വീണ്ടും ഒരു 1.5 കോടിയോളം നമ്മൾ നൽകുന്നു. ഇങ്ങനെ രാജ്യത്തിന്റെ പ്രദേശത്തിന്റെ വിദ്യാഭ്യാസപരവും സാമൂഹ്യപരവും പിന്നെ സാമ്പത്തികപരവുമായിട്ടുള്ള വികസനത്തിന് നമുക്ക് മുതൽ മുടക്കുവാൻ സാധിക്കുന്നത് ഇത്തരം കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, 1.5 കോടി നമുക്ക് കസ്റ്റംസിൽ നിന്ന് കിട്ടുന്നു, 2 കോടി നമുക്ക് ഇൻകം ടാക്സിൽ നിന്ന് കിട്ടുന്നു, 1 കോടി മറ്റ് ടാക്സുകളിൽ നിന്ന് കിട്ടുന്നു. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് 9 കോടി ആകുന്നു. ആ 9 കോടി എങ്ങനെയാണ് നമ്മൾ ചെലവിട്ടുകൊണ്ടിരിക്കുന്നത്?
അങ്ങനെ ചെലവിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ കൊച്ചു പ്രദേശം കേരളത്തിലെ ഒരു രാജ്യത്ത് തന്നെ വലിയൊരു പ്രദേശത്തിന്റെ ഒരു മാതൃകയില് വലിയ ഒരു രീതിയിൽ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാധിക്കും. ഈ ഭരണഘടന എന്ന് നിലവിൽ വരുന്നുവോ അന്ന് ഈ വികസനമെല്ലാം നിലയ്ക്കും. ഈ നമ്മുടെ ഇൻകം ടാക്സും നമ്മുടെ ഈ കസ്റ്റംസും തീരുവയും ഒക്കെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയ, ഒന്നും എടുക്കരുത് എന്ന് പറയുന്നില്ല, പക്ഷെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റരുത്. അതിന്റെ ഒരു പങ്ക് വീണ്ടും അങ്ങനെ നികുതി ചുമത്തുവാൻ, വരുമാനത്തിൽ നികുതി ചുമത്തുവാൻ സംസ്ഥാനത്തിനും അധികാരമുണ്ടാകണം. കസ്റ്റംസിന്റെ വരുന്ന വരുമാനത്തിൽ ഒരു പങ്ക് അപ്പോൾ തന്നെ അതിൽ വസൂലാക്കാനായിട്ട് സ്റ്റേറ്റിന് വസൂലാക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. പക്ഷേ അങ്ങനെ അല്ല കരടിൽ എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ കരടിൽ എഴുതി വച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ ശരിയായി തീർന്നാൽ, പാസ്സാക്കിയാൽ അത് സംവിധാനത്തിന് എതിരായി തീരും. ഫെഡറൽ സംവിധാനത്തിന്റെ സ്പിരിറ്റ് ഇല്ലാതായി തീരും. അതുകൊണ്ട് അത് പിൻവലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ വലിയ വാക്കുകൾ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ അത് എന്താണ് അതിനെ കേൾക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് അനുസരിക്കുവാനായിട്ട് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന മാനിക്കുവാനായിട്ട് അന്ന് ആ ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് ആയില്ല. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് GST. പിന്നെ ഉണ്ടായിരുന്നത് ഈ ആർ ശങ്കർ എന്നുള്ള മഹാൻ അന്ന് ക്രാന്തദർശിയായിട്ടുള്ള അദ്ദേഹം അന്ന് ഫൈറ്റ് ചെയ്തത് ഇൻകം ടാക്സിനും കസ്റ്റംസിനുമാണ്. അത് അന്ന് നഷ്ടപ്പെട്ടു. 1950 ജനുവരി 26 ഭരണഘടന നോക്കും അത് പോയി. പിന്നെ ആകെ ഉണ്ടായിരുന്നത് സെയിൽ ടാക്സ് ആണ്. ആ സെയിൽ ടാക്സ് 2017 GST എന്ന് പറഞ്ഞുള്ള രൂപം വന്നു. അതും നമ്മുടെ കയ്യിൽ. അപ്പോൾ സെയിൽ ടാക്സ് ആണ് പിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നികുതി വരുമാന സ്രോതസ്. അതും പോയി. അതിപ്പോ അടുത്താണ് പോയത്. ഒരു അർദ്ധരാത്രിയിൽ പാർലമെന്റ് കൂടിയാണ് അത് പോയത്. അർദ്ധരാത്രിക്ക് അതും നഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പൊ നമ്മള് കേന്ദ്രത്തിന്റെ പിറകെ കൂടിയാണ് GSTയുടെ കുടിശ്ശിക തരണം, അതിന്റെ കോമ്പൻസേഷൻ തരണം എന്നുള്ള രീതിയിലൊക്കെ നടന്നു. ഇതിന്റെയൊക്കെ ആപത്തുകള് അന്ന് 1948 തന്നെ യുവാവായ ക്രാന്തദർശിയായ ഈ മഹാൻ അവിടെ കാര്യകാരണ സഹിതം അവതരിപ്പിക്കുന്നു. അപ്പൊ അതൊരു ജ്ഞാനകാണ്ഡത്തിന്. പിന്നെ അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് സ്പീച്ചുകളൊക്കെ എല്ലാ സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികളും സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥികളും വായിക്കേണ്ടതാണ്. ഈ പ്രദേശം എങ്ങനെ മുന്നേറണം എന്നൊക്കെ ഉള്ളത് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഡോക്യുമെന്റ്. അതൊക്കെ തന്നെ ഓരോ PhDക്ക് അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗങ്ങൾ തന്നെ ഒരു PhD ലഭിക്കുവാനായിട്ട്, അതിനപ്പുറം ലഭിക്കുവാനായിട്ട് ഉള്ള വിജ്ഞാന സമ്പത്തിന്റെ ഉറവിടങ്ങളായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ എണിയാൽ ഒടുങ്ങാത്ത ഒരു വലിയ വളരെ ഘനസാന്ദ്രമായ കർമ്മകാണ്ഡത്തിന്റെയും അതുപോലെ തന്നെ ഒരു ജ്ഞാനകാണ്ഡത്തിന്റെയും വിജ്ഞാന ഗോപുരങ്ങൾ പടുത്തുയർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വലിയൊരു പണ്ഡിതനാണ്. ഒരു പണ്ഡിതനെ അങ്ങനെ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുവാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വിജ്ഞാന ഗോപുരങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പണിത കേരളത്തിന്റെ ഇപ്പോൾ സുനിൽകുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പഠിച്ച കലാലയം, ഞാൻ വർക്ക് ചെയ്ത കലാലയം എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെയുള്ള അടിത്തറ പാവിത്തന്ന് അത് എന്നെ പരുവപ്പെടുത്തിയെടുത്ത് ഈ കലാലയം ഇന്ന് ഒരു സർവകലാശാലയുടെ അദ്ദേഹത്തിന്റെ ലക്ഷ്യം തന്നെ അതായിരുന്നു. ആ വരാന്തകളൊക്കെ തന്നെ അത്ര വിശാലമായിട്ട് കെട്ടിയിട്ടത് ഇത് ഭാവിയിലെ കോളേജല്ല, ഇത് സർവകലാശാലയായി ഉയരണം എന്നുള്ളത് അദ്ദേഹം വളരെ പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ്. അത് അതിലേക്ക് നടന്നടുക്കുന്നു അല്ലെങ്കിൽ ഓടി അടുക്കുന്നു എന്ന് സുനിൽകുമാർ സാർ പറഞ്ഞത് എന്നെ പോലെയുള്ള ആ കോളേജ് കാരണം എന്തെങ്കിലുമൊക്കെ ആയി തീർന്ന എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവം കർമ്മമാണ്, കർമ്മത്തെ ഞാൻ ആരാധിക്കുന്നു, ആ കർമ്മത്തിലൂടെ ഞാൻ എന്നും ഓർമ്മിക്കപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞത് എത്രയോ ശതമാനം 100% ശരിയായി തീർന്ന പ്രവചനപരമായിട്ടുള്ള വാക്കുകളാണ്. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെറിയ തോതിൽ എളിയ തോതിൽ അദ്ദേഹത്തിന്റെ ഒരു നിലവാരത്തിലേക്ക് ഉയരുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളിയ തോതിൽ ഇതൊക്കെ നമ്മളും ഓർമ്മിക്കുന്നു എന്നുള്ളത്
വലിയൊരു ഉപകാര സ്മരണ നടത്തേണ്ടവരാണ് ഞാനടക്കം നമ്മളെല്ലാവരും എന്ന് വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് ലെനിനെ കുറിച്ച്, റഷ്യയിലെ മഹാനായ ലെനിനെ കുറിച്ച് റഷ്യയിലെ ഒരു കവയത്രി പാടിയത് മഹാനായ ആർ ശങ്കരനും ഇണങ്ങും എന്ന് നമുക്ക് കാണാവുന്നതാണ്. ആ മഹതി ഇങ്ങനെയാണ് ലെനിനെ കുറിച്ച് പാടിയത്. വളരെ 3 ചെറിയ വരികളേ ഉള്ളൂ. അവരെ പാടിയത് ഇങ്ങനെയാണ്: ലെനിൻ ലീവ്ഡ്, LIVED, ലെനിൻ ലീവ്ഡ്, അദ്ദേഹം ജീവിച്ചിരുന്നു. ലെനിൻ ലീവ്സ്, അദ്ദേഹം ജീവിക്കുന്നു. ലെനിൻ വിൽ ലീവ് എവർ, ലെനിൻ എന്നും ജീവിച്ചിരിക്കും. അത് ലെനിന്റെ സ്ഥാനത്ത് അതുപോലുള്ളൊരു മഹാനെ പ്രതിഷ്ഠിച്ച് ആർ ശങ്കറുടെ കാര്യത്തിലും അത് 100% ശരിയാകുന്നു. ആർ ശങ്കർ lived, ആർ ശങ്കർ lives, ആർ ശങ്കർ വിൽ ലീവ് എവർ, എന്നും അദ്ദേഹം ജീവിച്ചിരിക്കും. കാരണം കേരളത്തിന് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അത്തരം നിസ്തൂലമായ സംഭാവനകൾ ഇന്ത്യക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം കൂടി നേരത്തെ പറയണമെന്ന് വിചാരിച്ചാൽ, ഇങ്ങനെ ഇത്രയും സാമ്പത്തിക അപഹാരമുള്ള അദ്ദേഹത്തെ 1972 ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് അന്നത്തെ 6ാമത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിക്കാൻ പോയതാണ്. എല്ലാ കാര്യങ്ങളുമായി അദ്ദേഹത്തിന്റെ അനുവാദം വാങ്ങിച്ചു. ഇന്ദിരാഗാന്ധി മുന്നോട്ട് പോയപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ സമുദായത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുമുള്ള ആൾക്കാര് അവിടെ ചെന്ന് കേന്ദ്രത്തിൽ ചെന്ന് കുതിര വെട്ടി അതില്ലാതാക്കി. ഇത് ഞാൻ പറയുന്നതല്ല, രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം. ആരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനായ ഡോക്ടർ വി രാമചന്ദ്രൻ എന്നുള്ള മഹാനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഭരണാധികാരിയും ഒക്കെ ആയിരുന്ന സ്വന്തം സമുദായത്തിലെയും സ്വന്തം പാർട്ടിയിലെയും ആൾക്കാർ അദ്ദേഹത്തെ അന്ന് പിന്നിൽ നിന്ന് കുത്തി 72 ഒരുപക്ഷെ അദ്ദേഹത്തിന് വളരെ പ്രയാസം തോന്നിച്ച ഒരു കാര്യമാകാം. പക്ഷെ ആരോടും പരിഭവമില്ലാതെ അദ്ദേഹം അതേ വർഷം തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. വളരെ ആകസ്മികമായി വിട പറഞ്ഞു പോയി. അദ്ദേഹം അന്നിരിക്കുന്ന ആ വർഷം ഞാൻ കൊല്ലം എസ് എൻ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. 72 ബിയിലെ വിദ്യാർത്ഥിയായിരുന്നു. ഈ ഒരു ആകസ്മികമായിട്ടുള്ള ഈ വൃത്താന്തം കേട്ട് നമുക്ക് അദ്ദേഹത്തിനെ ഭൗതിക ശരീരം പോയി കണ്ട് പ്രണാമം അർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു. വീണ്ടും ഓർമ്മയ്ക്ക് മുമ്പിൽ ഒരുപാട് പ്രണാമം ആകുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഒരു ഇക്കണോമിക് പെർസ്പെക്റ്റീവിന് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പൊളിറ്റിക്കൽ, സോഷ്യൽ, റിലീജിയസ് ആൻഡ് ഓൾസോ ഫിലോസോഫിക്കൽ സ്പെക്ടക്കിളിൽ നിന്ന് പോലും സർ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ എന്തുകൊണ്ട് മഹാനായ ആർ ശങ്കർ സാറിന്റെ പേര് സുവർണ ലിപികളിൽ കോറിയിട്ടിരിക്കുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കൃത്യമായി പറഞ്ഞു തന്നു. വളരെ നന്ദി. സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആശംസാ പ്രസംഗത്തിനായി രസതന്ത്ര വിഭാഗം മേധാവിയായ ഡോക്ടർ VL പുഷ്പ ടീച്ചറിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബഹുമാന്യനായ പ്രിൻസിപ്പൽ ഡോക്ടർ ആർ സുനിൽകുമാർ സാർ, നമ്മളുടെ ഇന്നത്തെ മുഖ്യ അതിഥിയായി മുഖ്യ പ്രഭാഷണം നടത്താൻ എത്തിയ ഡോക്ടർ M ജയപ്രകാശ് സാർ, വെൽക്കം സ്പീച്ചിന് എത്തിയ ഡോക്ടർ നിഖിൽ ചന്ദ്ര, ബാക്കി എല്ലാ അധ്യാപകരും അനധ്യാപകരും എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. നമ്മൾക്ക് ഈ ദിവസം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് എല്ലാവരും ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. കേരളം ഇന്ന് കണ്ട അതികായന്മാരായ നേതാക്കന്മാരുടെ മുൻപന്തിയിലാണ് മഹാനായ ശ്രീ ആർ ശങ്കറിന്റെ സ്ഥാനം.
സാമ്പത്തിക പുരോഗതി കൊണ്ട് മാത്രം സാമൂഹിക നീതി സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് ഇന്ത്യയുടെ വികസന ചരിത്രത്തിൽ തന്നെ നിർണായകമായ തുടക്കമായിരുന്നു. അതായത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും ആരംഭിച്ചത്. അദ്ദേഹം നടപ്പാക്കിയ ഈ പദ്ധതിയാണ് ഇന്ന് പടർന്ന് പന്തലിച്ച് ഇന്ത്യയിലാകെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഇന്ത്യ സർക്കാരിന്റെയും വികസന കാഴ്ചപ്പാടിന്റെ മുഖ്യ അജണ്ടയായി മാറിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ഇതിന്റെ ഭാഗമാണ്. പട്ടിണിപ്പാവങ്ങൾ പിന്നോക്കക്കാർക്കും സാമൂഹിക നീതി ലഭ്യമാകണമെന്ന ആശയം കർമ്മപഥത്തിലെത്തിച്ചത് അദ്ദേഹമാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാകാൻ നിർദ്ദേശിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ കർമ്മപഥത്തിലെത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച അദ്ദേഹം കൊല്ലം SN കോളേജ് അടക്കമുള്ള ശ്രീനാരായണ കോളേജുകൾ സ്ഥാപിച്ചത് പാവപ്പെട്ടവർ സംഭാവന നൽകിയ പിടിയരിയും കെട്ടുതെങ്ങും ഉപയോഗിച്ച സാമൂഹിക പരിഷ്കർത്താവ്, കോൺഗ്രസ് നേതാവ്, SNDP നേതാവ്, അധ്യാപകൻ, SN ട്രസ്റ്റ് സ്ഥാപകൻ, SN മെഡിക്കൽ മിഷൻ സ്ഥാപകൻ, സാഹിത്യകാരൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച അദ്ദേഹം അസാമാന്യമായ നേതൃപാഠവും സംഘടനാ ശേഷിയും ദീർഘദൃഷ്ടിയും പ്രയോജനപ്പെടുത്തി വിജയിച്ച വ്യക്തിയാണ്. അതിലുപരിയായി നമ്മുടെ സ്വാഗത പ്രസംഗിയൻ സൂചിപ്പിച്ചതുപോലെ കെമിസ്ട്രിയിലെ അധ്യാപകൻ ആയിരുന്നു എന്നുള്ളതും കെമിസ്ട്രിയിൽ അദ്ദേഹം 2 പുസ്തകങ്ങൾ എഴുതിയിട്ട് ഉണ്ട് എന്നുള്ളതും നാം കെമിസ്ട്രിക്കാർക്ക് വളരെയധികം സന്തോഷവും പ്രചോദനവും നൽകുന്ന ഒരു കാര്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ എല്ലാ പ്രണാമവും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. അടുത്തതായി കോളേജിന്റെ IQST കോർഡിനേറ്റർ ആയ ഡോക്ടർ SV മനോജ് സാറിനെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ R. സുനിൽകുമാർ സർ, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ ജയപ്രകാശ് സർ, സ്വാഗത പ്രസംഗൻ ഡോക്ടർ നിഖിൽ ചന്ദ്ര, ആശംസകൾ അറിയിച്ച പുഷ്പതി വസന്തൻ സർ, ബിജു സർ, സ്വാമി ടീച്ചർ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് നവംബർ 7 ഒരു തീരാ നഷ്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. മുൻപ് സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ച പോലെ കേരള രാഷ്ട്രീയത്തിന്റെ കേരള സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ വളരെ സംഭാവനകൾ നൽകിയ മഹാനായ ശ്രീ R. ശങ്കർ നമ്മളെ വിട്ടുപിരിഞ്ഞ ദിവസമാണ്. ഗുരുദേവന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുന്ന സന്ദേശം അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു മഹാനായിരുന്നു ശ്രീ R. ശങ്കർ. അദ്ദേഹത്തിന്റെ നിത്യസ്മരണകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ. നേരത്തെ ജയപ്രകാശ് സർ സൂചിപ്പിക്കുകയുണ്ടായി, അദ്ദേഹം കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലകൾക്ക് നൽകിയ സംഭാവനകൾ കേവലം ഒരു സമുദായത്തിന് വേണ്ടി നിന്നൊരു വ്യക്തി ആയിരുന്നില്ല ശ്രീ R. ശങ്കർ. അദ്ദേഹം കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും വിദ്യാഭ്യാസം എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച വ്യക്തിയാണെന്ന് ജയപ്രകാശ് സർ നേരത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അതിന് ഉദാഹരണമായിട്ട് 1964, 62, 64 കാലഘട്ടത്തിൽ കേരളത്തിൽ തുടങ്ങിയ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ശ്രീ R. ശങ്കർ, മഹാനായ ശ്രീ R. ശങ്കർ എന്ന് കൂടെ നമ്മൾ എടുത്ത് പറയുന്നതും ഒരുപക്ഷെ അദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തിന് നൽകിയ സംഭാവനകളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെ. ഞാൻ അദ്ദേഹത്തിന്റെ കേരളത്തിൽ നൽകിയ സംഭാവനകൾ ഇനി ആവർത്തിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കലാലയത്തിലേക്ക് വരാം. കൊല്ലം കോളേജ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമായിരുന്നു. 1948 തുടക്കം കുറിച്ച കൊല്ലം ശ്രീനാരായണ കോളേജ്. ഈ കോളേജിന്റെ ഓരോ ക്ലാസ് മുറികളും അതിന്റെ വരാന്തകളും ആ ക്ലാസ് മുറികളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഫർണിച്ചറുകളും ലാബുകളും ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ദീർഘദൃഷ്ടിയെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. 48 തുടങ്ങിയ കലാലയം ഇന്ന് 17 UG പ്രോഗ്രാമുകൾ, പ്രിൻസിപ്പൽ പറഞ്ഞ 17 അല്ല 18 കോഴ്സുകളാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. 14 PG കോഴ്സുകൾ, റിസർച്ച് ഡിപ്പാർട്ട്മെന്റുകൾ, ഓരോ വർഷവും മാർജിനൽ ഇൻക്രീസ് വഴി കൂടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം, ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമ്മുടെ കോളേജിന് ഒരു പ്രാപ്തി ഉണ്ടെങ്കിൽ, വ്യാപ്തി ഉണ്ടെങ്കിൽ അതിന് കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ദീർഘദൃഷ്ടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇന്ന് നമ്മൾ കോളേജിന്റെ നേട്ടങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് A റാങ്ക് കിട്ടി, A ബാൻഡ് മെഡൽ റാങ്കിങ്ങിൽ വന്നു, നാക്കിന്റെ A ഗ്രേഡ് കിട്ടി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇനി നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ചില സ്വപ്നങ്ങൾ കൂടി യാഥാർത്ഥ്യമാക്കാറുണ്ട്
നമുക്ക് വലിയൊരു സെമിനാർ ഹാൾ വേണം, കോൺഫറൻസ് ഹാൾ വേണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം ശങ്കർ സാറിന്റെ സ്വപ്നങ്ങളായിരുന്നു എന്നത് കൊല്ലം ശ്രീനാരായണ കോളേജിന്റെ ചരിത്രം അറിയാവുന്ന എല്ലാവരും നമ്മൾ ഓർമ്മിപ്പിക്കാറുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തിന്റെ ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് പരിശ്രമിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ശങ്കർ സാർ ഈ കോളേജിന്റെ ഫൗണ്ടർ മാനേജർ ആയിരുന്ന സമയത്ത് ഈ കോളേജിലേക്ക് നിയമിക്കപ്പെട്ട അധ്യാപകരെ പറ്റിയും അനധ്യാപകരെ പറ്റിയും ഒക്കെ പറയാറുണ്ട്. ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളെ തന്നെ കൊല്ലം ശ്രീനാരായണ കോളേജിൽ എത്തിക്കണമെന്നൊരു നിർബന്ധം തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്നും നമ്മുടെ SN ട്രസ്റ്റിന്റെ ഒരു കോളേജുകളുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നും SN കോളേജിൽ വരുന്നത്, പ്രത്യേകിച്ച് കൊല്ലം ശ്രീനാരായണ കോളേജിൽ വരുന്നത് ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ തന്നെയാണ്. നമുക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം, അദ്ദേഹം കോളേജ് എങ്ങനെയായിരിക്കണം, അത് A ഗ്രേഡല്ല, A+ ഗ്രേഡല്ല, അതിനപ്പുറം മികവിലേക്ക് വരണമെന്നും കൊല്ലത്തെ ഏറ്റവും കൊല്ലത്തിന്റെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ ഒരു കലാലയമായിട്ട് നമ്മുടെ കോളേജിനെ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിന് ചെയ്യുന്ന ഏറ്റവും കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാവുന്നു. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി കോളേജിലെ സീനിയർ സൂപ്രണ്ടായ ശ്രീ B. വസന്തൻ സാറിനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ആദരണീയ പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽകുമാർ സാർ, സ്വാഗത പ്രസംഗനായിട്ടുള്ള നിഖിൽചന്ദ്ര സാർ, പിന്നെ ഈ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനായി നമ്മളെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള നമ്മുടെ അധ്യാപകൻ, വിവിധ വർഷങ്ങളിൽ അധ്യാപകനായും പ്രിൻസിപ്പലായും കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉന്നത പദവിയിരുന്ന് ദീർഘകാലം സേവനമനുഷ്ഠിച്ച് പടിയിറങ്ങിയ ഡോക്ടർ M. ജയപ്രകാശ് സാർ, സജീവ് സാർ, സൗമ്യ ടീച്ചർ, മനോജ് സാർ, അനുസ്മരണ പ്രഭാഷണം മഹാനായ R. ശങ്കർ സാറിന്റെ 48ാമത് ജന്മദിനത്തിന്റെ ഓർമ്മ പുതുക്കൽ എന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ എനിക്ക് മുമ്പായി പ്രസംഗിച്ച എല്ലാവരും ശങ്കർ സാറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന് സ്മരണയ്ക്ക് മുന്നിൽ നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി കൃതജ്ഞത രേഖപ്പെടുത്താൻ മലയാള വിഭാഗം അധ്യാപകനും PTA സെക്രട്ടറിയുമായ അധീഷ് U സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ, ആദരണീയനായ ഉദ്ഘാടകൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, വർത്തമാനകാലത്ത് നമ്മൾ അധ്യാപകരായിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം തന്നെ ശ്രീ R. ശങ്കറിന്റെ കർമ്മങ്ങളാണ്. കർമ്മങ്ങളെ വാക്കുകളോളല്ല കർമ്മങ്ങളായി തന്നെ കണ്ട് ഒരു സമൂഹത്തെയും ഒരു രാജ്യത്തെയും തന്നെ തൻ്റെ കർമ്മ പഥങ്ങളിലൂടെ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും മറ്റിതര രംഗങ്ങളിലെല്ലാം തന്നെ വ്യക്തമായി വിരൽ പിടിച്ച് നടത്തിയ വ്യക്തിയായിരുന്നു ശ്രീ R. ശങ്കർ. എന്നിൽ അർപ്പിതമായ കർത്തവ്യം നന്ദി പറയുകയാണെങ്കിലും ഇപ്പോൾ തന്നെ അറിയാം, ഈ മീറ്റിംഗിന്റെ അവസാന ഘട്ടത്ത് നമ്മൾ 120-ൽ പരം അധ്യാപകരുണ്ട്. 81 അധ്യാപകർ മാത്രമേ ഉള്ളൂ. ഒരു ഓർമ്മിക്കുവാൻ പോലും നമുക്ക് സമയമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വാക്കുകളല്ല, നമ്മുടെ കർമ്മങ്ങളായിരിക്കണം ഏറ്റവും വലിയ ബലം. അതുകൊണ്ട് വാക്കുകളെക്കാളേറെ കർമ്മങ്ങളെ സ്നേഹിച്ച R. ശങ്കറിനോടും മറ്റിതര വ്യക്തികളോടും നമുക്ക് ചെയ്യുവാനുള്ള ഒരേ ഒരു നീതി, ഒരേ ഒരു ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളിൽ ഒരു 10% എങ്കിലും ആത്മാർത്ഥത കാണിക്കുക എന്നുള്ളതാണ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. നിങ്ങളെ വലിയ അധ്യാപകരെ എനിക്കതൊന്നും പറഞ്ഞു പഠിപ്പിക്കുവാനോ ഉദ്ബോധിപ്പിക്കുവാനോ പറ്റത്തില്ല.
അതുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളും ശങ്കറുമായിട്ടും ഈ സ്ഥാപനവുമായിട്ടും നാഭീനാള ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് ഓരോരുത്തരെയും പേരെടുത്തു പറഞ്ഞ് നന്ദി പറയുന്നത് ശ്രീ ആർ ശങ്കരന്റെ കർമ്മങ്ങളോടുള്ള നിന്ദയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. നിഖിൽ സർ. ടീച്ചറെ, സാറേ, സുനിൽ സാറേ, അവസാനിപ്പിക്കാം, നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം സാർ. ഓക്കെ, ശരി.